ഹലോ. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ പെൻഡിങ്ങിൽ. കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാനായിട്ട് കിടക്കുന്നുണ്ട്. എന്നാൽ ന്യൂ ഇയർ ആയിട്ട് പുതിയൊരു വീഡിയോ ഇട്ടിട്ട് ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ പതിയെ എഡിറ്റ് ചെയ്തിടാന്ന് വിചാരിച്ചു കേട്ടോ. ഇതൊരു സ്റ്റാർട്ടിങ് ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഇങ്ങനെ ന്യൂ ഇയർ ഒക്കെ ആയി. അപ്പൊ കുറേ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തവരൊക്കെ ഉണ്ടാവും അല്ലേ. ഇത്തവണ ഞാൻ അങ്ങനെ ന്യൂ ഇയറിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള റെസൊല്യൂഷൻസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, കുറച്ച് വയസ്സും പ്രായമൊക്കെ ആയില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വെളിപാടാണെന്ന് തോന്നുന്നു. ഈ ഒരു നന്നാവാൻ വേണ്ടിയിട്ട് ന്യൂ ഇയർ വെയിറ്റ് ചെയ്തിരിക്കുന്നവർ ആ ഒരു ന്യൂ ഇയറിന്റെ ആ ഒരു ആവേശത്തിലാണ് കുറേ റെസൊല്യൂഷൻസും കാര്യങ്ങളും മാറ്റങ്ങളും ഒക്കെ കൊണ്ടുവരുന്നതെന്നാണ് കേട്ടോ എനിക്ക് ഇത്രയും നാളത്തെ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പൊതുവെ ന്യൂ ഇയർ ആകുമ്പോഴേക്ക് ഭയങ്കരമായ കുറേ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അത് ആ ഒരു ആവേശത്തിന്റെ പുറത്തെടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ചിലപ്പോൾ ഞാനൊരു 5-6 ദിവസം, ഒരാഴ്ച, അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരു 2 ആഴ്ച കണ്ടിന്യൂ ചെയ്ത് പോകും. അതിനുശേഷം മിക്കപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യാറില്ല കേട്ടോ. അത് എന്റെ മാത്രം കാര്യമായിരിക്കാം. ചിലപ്പോൾ എന്നെ പോലെയുള്ള കുറെ പേരുണ്ടായിരിക്കാം. ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കുന്നവരൊന്നും അത് ഫോളോ ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ മാത്രം കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം, നമുക്ക് എപ്പോഴാണോ നന്നാവണം തോന്നുന്നത് അപ്പോൾ നന്നായിക്കോളുക. അല്ലാതെ ഇന്ന് വേണ്ട, നാളെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റന്നാളാവട്ടെ, തിങ്കളാഴ്ച ആവട്ടെ, അടുത്ത മാസം 1-ാം തീയതി ആവട്ടെ, ഈ മാസം കഴിയട്ടെ, അല്ലെങ്കിൽ ജനുവരി 1 ആവട്ടെ, അടുത്ത വർഷം ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ അവര് നന്നാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി, എൻ്റെ മാത്രം കാര്യമാണ് പറയുന്നത്, എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ വിചാരിക്കും, ഞാൻ മുമ്പത്തെ വീഡിയോയിലും പല വീഡിയോസിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് 1-ാം തീയതി ആവട്ടെ, അല്ലെങ്കിൽ നാളെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ ലോങ് റണ്ണിൽ എനിക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റാറില്ല കേട്ടോ. അതിലുള്ള കുറേ ഹാബിറ്റ്സ് ഞാൻ ഇടക്ക് വിട്ടിട്ട് ഡ്രോപ്പ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. എല്ലാം ഒന്നല്ല, എന്നാലും കുറേയൊക്കെ. പക്ഷെ കഴിഞ്ഞ വർഷം എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ലൊരു വർഷം തന്നെയായിരുന്നു കേട്ടോ. ജോബ് ആണെങ്കിലും, അതിൻ്റെ കൂടെ സോഷ്യൽ മീഡിയ ആണെങ്കിലും, ഫാമിലി ആണെങ്കിലും, എൻ്റെ ആ ഒരു സെൽഫായിട്ടുള്ള എൻ്റെ എന്താ പറയാ, എൻ്റെ കാര്യങ്ങളാണെങ്കിലും, എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണെങ്കിലും, എൻ്റെ സെൽഫ് കെയർ ആണെങ്കിലും ഒക്കെ എനിക്ക് സ്മൂത്ത് ആയിട്ട് അധികം ആർഭാടൊന്നും ഇല്ലാതെ കൊണ്ടുപോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്താണോ അത് മാത്രമാണ് ഞാൻ ഈ ഒരു വർഷവും ഫോളോ ചെയ്യുന്നത്. അതല്ലാതെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ന്യൂ ഇയർ റെസൊല്യൂഷൻസും കാര്യങ്ങളും മാറ്റങ്ങളും ഒന്നും ഈ ഒരു വർഷവും ഞാൻ കൊണ്ടുപോകുന്നില്ല കേട്ടോ. അപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടു ഡു ലിസ്റ്റ് എഴുതുക. എല്ലാ ദിവസവും എന്തൊക്കെയാണെങ്കിലും, നമ്മളിപ്പോ എനിക്ക് ഇന്ന് ഒരു ദിവസം നമ്മൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും ടു ഡു ലിസ്റ്റ് എഴുതാം. നമ്മൾ വെറുതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും ആ ഒരു കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് എഴുതി വെക്കുക. അത് ഏത് സമയത്താണ് ചെയ്യേണ്ടത്, ആ ഒരു ഓരോ കാര്യങ്ങൾക്കും എത്ര സമയം വേണം എന്നുള്ള രീതിയിലൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള, നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു സ്വപ്ന ലോകത്തിരുന്നിട്ട് ഒരു ടു ഡു ലിസ്റ്റ് എഴുതാതെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ടു ഡു ലിസ്റ്റ് എഴുതുക എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പം ഭയങ്കരമായിട്ട് വീക്കായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. നമ്മൾ എന്തായാലും നമ്മളോട് ഒരിക്കലും കള്ളം പറയില്ലല്ലോ. അത് കള്ളം പറയാനും പറ്റില്ല. നമുക്ക് മാത്രമാണല്ലോ ശരിക്കും അറിയുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മളോട് ഒരിക്കലും കള്ളം പറയാതിരിക്കുക. നമ്മളിപ്പം ശരിക്കും ജെന്യുവൻ ആയിട്ട് നമുക്ക് എന്താ ഒരു വീക്കായിട്ട് ഫീൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ലോ എനർജി ആയിട്ടാണ് തോന്നുന്നതെങ്കിൽ അന്നത്തെ ദിവസം അങ്ങ് പോട്ടെ, സാരില്ല, ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ ആണെങ്കിലും നാളെ നമുക്ക് ഇതിനേക്കാളും നല്ല എനർജിയോട് കൂടി വരാം എന്നുള്ളത് നമ്മളോട് തന്നെ പറയാം. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, നമ്മളോട് ഒരിക്കലും കള്ളം പറയാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ അതൊരു കാര്യം. അതായത് ഇപ്പം എനിക്കൊരു എനർജി തോന്നുന്നില്ല, ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ എൻ്റെ പാട്ടിനങ്ങ് വിട്ടേക്കാം. ഈ ഒരു സമയത്ത് വെറുതെ എനിക്ക് എന്തെങ്കിലുമൊക്കെ പഴയ മൂവീസൊക്കെ കണ്ടിരിക്കാനാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ വെറുതെ ബെഡിൽ പോയിട്ട് അല്ലെങ്കിൽ സോഫയിൽ പോയിട്ട് നല്ല കമ്പിളിയൊക്കെ പൊതിച്ച് കിടന്നുറങ്ങാനാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ അങ്ങ് ചെയ്യാം. ഞാൻ എന്നെ ഒരു കാര്യത്തിനും എന്താ പറയാ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യില്ല. അതെനിക്ക് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് എനിക്ക് അങ്ങനെ ഒരു ലോ ആയിട്ടുള്ള ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ പാട്ടിന് വിടുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ എനിക്ക് അങ്ങനെ ഇരിക്കാനായിട്ട് തോന്നില്ല. ചിലപ്പോൾ അങ്ങനെ ഇരിക്കാൻ തോന്നുകയാണെങ്കിൽ തന്നെ ഞാൻ എന്നോട് ചോദിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അതെൻ്റെ മടിയാണോ അല്ലെങ്കിൽ ശരിക്കും എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടോ എന്നുള്ളത്. അപ്പം മടിയാണെങ്കിൽ
മടിയോടെ അപ്പം തന്നെ പോയി പണി നോക്കാൻ പറയാ, എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യം, ഞാൻ എൻ്റെ മോളടുത്താണെങ്കിലും ഹസ്ബൻഡിൻ്റെ അടുത്താണെങ്കിലും ഫാമിലീൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും എൻ്റെ ക്ലോസ് ആയിട്ടുള്ളവരാണെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരാറുണ്ട് കേട്ടോ. എപ്പോഴൊന്നല്ല, എന്നാലും മിക്കപ്പോഴും എനിക്ക് കുറച്ചൊക്കെ ഒരു ദേഷ്യം വരാറുണ്ട്. അപ്പോൾ ഞാനത് എന്താ പറയുക, ക്ലോസ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഞാനെപ്പോഴാണെന്നറിയോ കൂടുതലായിട്ട് ദേഷ്യപ്പെടുന്നത്. ഒന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ യൂട്യൂബിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മോൾ എന്തെങ്കിലുമൊക്കെ കാര്യം വന്ന് പറയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഒരു വാശി പിടിക്കുകയാണെങ്കിൽ അപ്പം എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. കാര്യം ഞാൻ ഈ ഒരു കാര്യം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് അവിടെ ഡിസ്ട്രാക്റ്റഡ് ആവാണ്. ആ ഒരു ദേഷ്യമാണ് ഞാൻ എൻ്റെ മോളെടുത്ത് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ദേഷ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, മൈൻഡ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ വേറെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഇൻ കേസ് മോൾ ഈ ഒരു സമയത്ത് വരികയാണെങ്കിൽ തന്നെ ഞാൻ ആ സമയത്ത് എന്നോട് തന്നെ ഞാൻ പറയും, മോൾ എന്തോ കാര്യത്തിന് വന്നിട്ടുണ്ട്, അപ്പോൾ അവളെടുത്ത് അവൾക്ക് എന്താ വേണ്ടതെന്നുള്ളതൊന്ന് ചോദിക്കും. ഇതിപ്പം ജസ്റ്റ് ഒന്ന് നിർത്തി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പം മൈൻഡ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പം മോള് വരികയാണെങ്കിൽ തന്നെ ഞാൻ അല്ലാതെ ഇതിൽ മാത്രം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വീഡിയോ എടുക്കുകയാണെങ്കിൽ മോള് വരുന്ന സമയത്ത് എന്തായാലും ഞാൻ നന്നായിട്ട് ദേഷ്യപ്പെടും. അതിന് പകരമായിട്ട് മോള് വരികയാണെങ്കിൽ മോളോട് ഒരു 2 മിനിറ്റ് ആയിരിക്കും അതിന് വേണ്ടി വരിക. സമാധാനമായിട്ട് കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. ചില സമയത്ത് പാറുവിന് നല്ല വാശിയും എന്താ പറയുക, ഒരു ഒക്കെയുള്ള സമയമാണെങ്കിൽ 2 മിനിറ്റ് ഒന്നും മതിയാവില്ല. അത് അറിയാതെ തന്നെ നമ്മൾ ദേഷ്യപ്പെട്ടു പോകും. അത് കുട്ടികളെയും പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾക്ക് ഇടയ്ക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമാണല്ലോ. നമ്മളെ പോലെ തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ കുട്ടികളും. ഇടയ്ക്ക് എത്രത്തോളം നമ്മൾ വാശി പിടിക്കരുത്, ദേഷ്യം പിടിക്കരുത് എന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മൾ അവരെയും കൂടി മനസ്സിലാക്കുക. എപ്പോഴും അതുകൊണ്ട് തന്നെ ഞാൻ ദേഷ്യപ്പെടേയില്ല എന്നല്ല പറയുന്നത്. പറ്റുന്ന സമയത്ത് നമുക്ക് ഒരു മൈൻഡ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. ആ സമയത്ത് നമ്മൾ എന്താണോ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവുക. എന്നിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ പോലും ചില സമയത്ത് എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സമയം ഉണ്ടാവും. അതൊക്കെ ഒരു ഹോർമോണൽ ഇംബാലൻസ് കൂടിയും കുറഞ്ഞും ഇരിക്കുന്ന സമയത്തുള്ള ആ ഒരു ലീലാവിലാസങ്ങളൊക്കെയാണത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾക്ക് ഇങ്ങനെ കാമാൻ ക്വയറ്റായിട്ട് ഇരിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളത് നമ്മളോട് തന്നെ പറയാം. നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന സമയം, ചില സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടം വരുന്ന സമയം ഉണ്ടാവും, ദേഷ്യം വരുന്ന സമയം ഉണ്ടാവും, ഇറിറ്റേറ്റഡ് ആവുന്ന സമയം ഉണ്ടാവും. അതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അതിനനുസരിച്ച് പോവുക. അല്ലാതെ ഇന്ന് ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്, ഇന്ന് എനിക്ക് ഈ ഒരു സമയത്ത് ഈ കാര്യമാണ് ചെയ്യേണ്ടത്, ഈ ഒരു സമയത്ത് ഈ കാര്യമാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മളെ മൈൻഡ് അതിനൊന്നും നമ്മൾ സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല, നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു സന്ദർഭത്തിൽ, ആ ഒരു സിറ്റുവേഷനിൽ, ആ ഒരു സമയത്ത് നമ്മൾ എന്താണോ ചെയ്യേണ്ടത്, എങ്ങനെയാണോ നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് ഇരിക്കുന്നത്, അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ അടുത്തൊരു കാര്യം, നമ്മുടെ സറൗണ്ടിങ്സ് അത്യാവശ്യം ഭയങ്കര എപ്പോഴും നല്ല ക്ലീൻ ആക്കി മോപ്പ് ചെയ്ത് നടക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അത്യാവശ്യം ഒരു അടുക്കും ചിട്ടയോടെ കീപ്പ് ചെയ്യുക എന്ന് കരുതി ഒരു ദിവസത്തിൽ ഒരു പകുതി സമയം ക്ലീൻ ചെയ്യാൻ മാറ്റി വെക്കണം എന്നല്ല. നേരെ മറിച്ച് നമുക്കൊരു 5 മിനിറ്റ് ഉള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ അത് അപ്പം തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒരു സൂപ്പറായിട്ട് വെക്കുക. അതായത് നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ മൈൻഡിനെ അത് വല്ലാതെ അങ്ങ് എഫക്ട് ചെയ്യും കേട്ടോ. അതായത് നമ്മളിപ്പം ഭയങ്കര വാരി വലിച്ചിരിക്കുന്ന ഒരു സറൗണ്ടിങ്സിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ മൈൻഡും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഒരു വലിച്ച് വാരിയിട്ട് ചെയ്യുന്ന പോലെ, ഒരു വെപ്രാളത്തിൽ ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ നമ്മളെ സറൗണ്ടിങ്സ് അറ്റ്ലീസ്റ്റ് എല്ലാം ഒന്നും ഭയങ്കരമായിട്ട് വൃത്തിയും വെടുപ്പിലും വെക്കണം എന്നല്ല. അത് കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള ആൾക്കാരാണെങ്കിലും നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടില്ല. അതുകൊണ്ട് അത്യാവശ്യം ഒന്ന് അടുക്കും ചിട്ടയോടെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും രാവിലെ എഴുന്നേറ്റ്, ഇപ്പം ഞാൻ വർക്ക് ഫ്രം ഹോം ആണ് ചെയ്യുന്നത്, അപ്പം രാവിലെ എഴുന്നേറ്റിട്ട് ആ ഒരു കോലത്തിൽ തന്നെ, ആ ഒരു നൈറ്റ് ഡ്രസ്സ് തന്നെ, അല്ലെങ്കിൽ മുടിയൊന്നും ചെയ്യാതെ ഒട്ടും പ്രസന്റബിൾ ആവാതെ മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കണം എന്നല്ല. എന്നാലും നമ്മളൊരു നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട്, ആ ഒരു നൈറ്റ് ഡ്രസ്സൊക്കെ മാറ്റി നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് പറ്റുവാണെങ്കിൽ കുളിച്ച് ഒന്ന് അത്യാവശ്യം നല്ലൊരു പ്രസന്റബിൾ ആയിട്ടിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൂഡിനെ തന്നെ മാറ്റാനുള്ള കഴിവുണ്ട് കേട്ടോ അതിന്. പിന്നെ അടുത്തൊരു കാര്യം,
നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് ഓരോന്നിനും എത്ര സമയം വേണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് ആ ഒരു ടു ഡു ലിസ്റ്റ് എഴുതുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാം. എന്നിട്ട് നമ്മൾ ചില ദിവസമൊക്കെ മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ ഹാബിറ്റ് ട്രാക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് 20-25 കാര്യങ്ങൾ അതിലേക്ക് കുത്തി നിറക്കുമായിരുന്നു. എന്നിട്ട് എന്താ ഉണ്ടാവുക, നമുക്കൊരു ആ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോഴേക്ക് അടുത്തൊരു കാര്യം ചെയ്യാനുണ്ടല്ലോ എന്ന് വെച്ചിട്ട് അതിലേക്ക് അങ്ങ് സ്കിപ്പ് ചെയ്യും. അതിന് ആവശ്യമായിട്ടുള്ള സമയം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടുത്തയിലേക്ക് സ്കിപ്പ് ചെയ്യും. അങ്ങനെ സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് 25 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അതിൽ ഒരു കാര്യം പോലും മര്യാദക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ എത്താറുണ്ട്. അതുകൊണ്ട് ഇത്തവണ ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ടു ഡു ലിസ്റ്റ് എഴുതുന്ന സമയത്ത് തന്നെ ഓരോന്നിനും എത്ര സമയമാണ് വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് 24 മണിക്കൂറാണുള്ളത്, അതിലൊരു 8 മണിക്കൂർ ഉറക്കത്തിലായിട്ട് പോവും. ബാക്കിയുള്ള സമയമൊക്കെ എത്രയാണോ നമുക്ക് സമയം കിട്ടുക, ആ സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഓവറായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ അടുത്തൊരു കാര്യം, കുക്കിങ്ങിനും ക്ലീനിങ്ങിനും അനാവശ്യമായിട്ട് ടൈം കളയാതിരിക്കുക. ഇപ്പം ഞാനൊരു വർക്ക് ചെയ്യുന്ന ഒരാളാണ്, കൂടാതെ എനിക്കൊരു മോളെ കാര്യം നോക്കണം. പിന്നെ അതുകൂടാതെ നമുക്കൊരു സോഷ്യൽ മീഡിയ പേജ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതിൽ വീഡിയോസും കാര്യങ്ങളും പ്രൊമോഷൻസും ന്യൂസും ഒക്കെ ചെയ്യാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു ഫാമിലീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു നല്ലൊരു ഫാമിലി ടൈമും കൂടി വേണം. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് സമയം വളരെ 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 കുറവായിരിക്കും. അപ്പം ആ ഒരു കിട്ടുന്ന സമയത്തിനുള്ളിൽ നമ്മൾ കുക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ഒരു ദിവസത്തിൽ പകുതി സമയമൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ കുക്കിങ്ങിലാണെങ്കിലും ഭയങ്കരമായിട്ടുള്ള പരീക്ഷണങ്ങളൊന്നും ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു കുക്കിംഗ് പെട്ടെന്ന് തന്നെ തീർക്കുക. ക്ലീനിങ്ങിലാണെങ്കിലും ഒരാഴ്ചയിൽ ഒരു തവണയൊക്കെ മോപ്പ് ചെയ്താലും മതിയാവും, അത്ര മതിയടോ എന്നുള്ളത് രീതിയിൽ അങ്ങ് ആക്കിയെടുക്കുക. കാരണം മോളാണെങ്കിൽ അത്യാവശ്യം വലുതായി, കുഞ്ഞൊക്കെ ആകുമ്പോൾ മുട്ടിലൊക്കെ എഴയുന്ന സമയമാണ്, നമ്മൾ എപ്പോഴും ക്ലീൻ ആക്കി വെക്കണം. ഇപ്പോഴാണെങ്കിലും നമ്മളങ്ങനെ അധികം പുറത്തൊക്കെ പോയിട്ട് അങ്ങനെ കളിക്കുകയോ അല്ലെങ്കിൽ ചളിയൊക്കെ ചവിട്ടി അകത്തേക്ക് വരുമോ അല്ലെങ്കിൽ പുറത്തിടുന്ന ഷൂസും കാര്യങ്ങളൊക്കെ അകത്തിടോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഫ്ലോറൊക്കെ അത്യാവശ്യം ക്ലീൻ ആയിട്ട് തന്നെ ആയിരിക്കും കിടക്കുക. അപ്പം ഒരാഴ്ചയിൽ ഒരു തവണയൊക്കെ മോപ്പ് ചെയ്താൽ മതി. അതിൽ പറ്റുകയാണെങ്കിൽ ഒരു 2 തവണ. അധികം അങ്ങനെ ക്ലീൻ എല്ലാം തോന്നുന്ന സമയമാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ എല്ലാ ദിവസവും അടിച്ച് തുടച്ച് കൊണ്ട് നടക്കുക, ഭയങ്കര വിപുലമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, സ്നാക്സ് അങ്ങനെ ചെയ്യാൻ തോന്നുന്ന സമയമാണെങ്കിൽ ചെയ്യാം. ചില സമയത്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് തോന്നും. വീടൊക്കെ ഭയങ്കരമായിട്ട് മുക്കും മൂലി മട്ടിക്ക് പെറുക്കി വെച്ച് ക്ലീൻ ചെയ്യാനൊക്കെ തോന്നും. അങ്ങനെ തോന്നുന്ന ഒരു മൂഡിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ നമ്മുടെ സമയം കണ്ടറിഞ്ഞ് ഇപ്പം ചെറിയൊരു അധികം പെട്ടെന്ന് ഉണ്ടാക്കുന്ന പറ്റുന്ന കറിയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കുക. പെട്ടെന്ന് ഒരു 5-10 മിനിറ്റിൽ വീടൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അധിക സമയം കുക്കിങ്ങിനും ക്ലീനിങ്ങിനും കളയാതിരിക്കുക. അതൊരു കളയലൊന്നല്ല, വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നല്ല. എന്നാലും ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ക്ലീനിങ്ങിനും കൂടുതൽ സമയം കൊടുക്കാതിരിക്കുക. പിന്നെ അതുകൂടാതെ നമുക്ക് കൃത്യമായിട്ടൊരു ക്ലീനിങ് റൂട്ടീൻ അല്ലെങ്കിൽ ഒരു മീൽ പ്ലാനർ ഉണ്ടാക്കുക. മീൽ പ്ലാനർ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരാഴ്ചയാണെങ്കിലും എനിക്ക് അങ്ങനെ കുക്കിങ്ങിന്റെ കാര്യത്തിൽ ഭയങ്കര ഹെക്ടിക് ആയിട്ട് തോന്നിയില്ല. അങ്ങനെ തോന്നാത്തതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ എനിക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് കുക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനൊരു 2 ദിവസത്തേക്കൊക്കെയാണ് ഒരു ഒഴിച്ചുകറി ഉണ്ടല്ലോ, ഒഴിച്ചുകറി 2 ദിവസത്തേക്കൊക്കെയാണ് ഉണ്ടാക്കുക. ഉപ്പേരിയും ചിലപ്പോൾ 2 ദിവസത്തേക്ക് തന്നെ ഒരുമിച്ച് ഉണ്ടാക്കാറുണ്ട്. ചില സമയത്ത് ഉപ്പേരിയൊക്കെ നമ്മൾ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് 2ാമത്തെ ദിവസം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ ഞാൻ കുക്ക് ചെയ്യും. ചിലപ്പോൾ ഉപ്പേരി വേണ്ടാന്നുള്ളതും വെക്കും കേട്ടോ. അതിന് പകരം എന്തെങ്കിലും സാലഡോ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിലും മീൽ പ്ലാനർ, കൃത്യമായിട്ടൊരു മീൽ പ്ലാനർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു പണി ഭയങ്കരമായിട്ട് ലാഭിക്കാനായിട്ട് കഴിയും കേട്ടോ. കറക്റ്റ് ആ ഒരു ഹറിബറിയൊന്നും ആയിരിക്കില്ല. അല്ലെങ്കിൽ ഒരു മീൽ പ്ലാനർ ഒന്നും ഇല്ലെങ്കിലും ചിലപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ കറിയെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, അതെനിക്ക് ഓർമ്മയുണ്ടല്ലോ, ഓർമ്മയില്ലാതെ ഇന്ന് വേറെ കറി ഉണ്ടാക്കും. അപ്പം വെറുതെ സമയം അങ്ങ് പോവാണ്. അപ്പൊ കൃത്യമായിട്ട് ഇന്നൊരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ ആ കറി തന്നെ നാളെയും കൂടി യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കും. എന്നിട്ട് അതിനനുസരിച്ച് ഓരോ ദിവസം എന്താണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളതൊക്കെ കൃത്യമായിട്ടൊരു പ്ലാനർ ഉണ്ടാക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, കൂടുതൽ സമയമൊന്നും അങ്ങനെ പോവില്ല. കറക്റ്റായിട്ടൊരു ധാരണ ഉണ്ടാവും. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് അതുണ്ടാക്കണം അതുണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിനും സമയം കിട്ടില്ല കേട്ടോ. ഒന്നിനും സമയം കിട്ടില്ല. നമുക്ക് അനാവശ്യമായിട്ട് നമ്മുടെ കുറേ സമയം ചിലപ്പോൾ ഇവിടെ
ഞാനത് ക്യാമറേൻ്റെ ആംഗിളൊന്നും കറക്റ്റ് നോക്കിയിട്ടൊന്നുമില്ല. ചിലപ്പം അവിടുന്ന് ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് ഇപ്പം തീരെ ലൈറ്റ് ഇല്ലാതിരിക്കുമെന്നും അറിയില്ല. ചിലപ്പോൾ ബാക്ക് ലൈറ്റ് നല്ലോണം ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ ക്ലിയറും ഉണ്ടാവില്ല. ഞാനങ്ങ് പെട്ടെന്ന് അങ്ങ് വീഡിയോ എടുത്തതാണ് കേട്ടോ. കാരണം നമ്മൾ പിന്നെ ചെയ്യാം, ഒരു സ്ക്രിപ്റ്റൊക്കെ ആക്കി ചെയ്യാമെന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിനെനിക്ക് സമയം കിട്ടിയെന്ന് വരില്ല. ഇപ്പം കുറച്ച് സമയമുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തതാണ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം എന്ന് തോന്നി. പിന്നെ നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ അത് അപ്പം തന്നെ അങ്ങ് ചെയ്ത് തീർക്കുക. നമുക്ക് ആ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അതിനൊക്കെ എന്തോരം കഷ്ടപ്പാടാ, അത് കുറേ സമയം എടുക്കുന്നൊക്കെ നമ്മളോട് തന്നെ അങ്ങനെ ഒന്ന് പറയാതിരിക്കുക കേട്ടോ. അതിന് പകരം നമ്മളിങ്ങനെ ചെയ്യുക, നമ്മളൊന്ന് ആലോചിക്കുക. ആ കാര്യം ചെയ്ത് തീർക്കാനാണ് നമുക്ക് മാക്സിമം അത്ര സമയം വേണ്ടി വരും. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ആയിരിക്കും. 5 മിനിറ്റ് 10 മിനിറ്റ് എന്നൊക്കെ പറയുന്നത് അത്ര ഭയങ്കര വലിയ സമയമാണോ? അല്ലല്ലോ. ആ ഒരു 5 മിനിറ്റ് നമ്മളിപ്പോൾ ചെയ്യുകയാണെങ്കിൽ അതങ്ങ് തീരുമല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നമ്മളത് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ വേറൊരു കാര്യം, നമുക്ക് അനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമ്മൾ കളയാനായിട്ട് നോക്കുക. കളയാനോ അല്ലെങ്കിൽ നമ്മൾ അധികം യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് അവർക്ക് കൊടുക്കുക. അല്ലാതെ ഇത് ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യായിരിക്കും വിചാരിച്ചിട്ട് എടുത്തു വെക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് ദയവ് ചെയ്ത് മാറ്റാട്ടോ. അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ വീടൊക്കെ പെട്ടെന്ന് അലങ്കോലാവുക, അവിടെ ഇവിടെ ഓരോന്ന് വലിച്ചിട്ട് അങ്ങനെ അലങ്കോലാവുക. അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും എടുത്തു വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മാറ്റി വെക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുക, ഇത് നമ്മൾ ശരിക്കും യൂസ് ചെയ്യുമോ എന്നുള്ളത്. എനിക്ക് ആ ഒരു സ്വഭാവം ഉണ്ട്. അത് ഞാൻ പതിയെ മാറ്റിക്കൊണ്ടുവരാണ് കേട്ടോ. ഞാനിപ്പോൾ എനിക്കൊരു മുട്ടുസൂചി ആണെങ്കിൽ പോലും എൻ്റെ സാധനങ്ങളാണെങ്കിൽ അതിനോട് എനിക്ക് വല്ലാത്തൊരു കമ്മിറ്റ്മെന്റും സ്നേഹമൊക്കെ ആയിരിക്കും. അത് കളയുമ്പോൾ എനിക്ക് അതിനൊരു ജീവൻ ഉള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതിങ്ങനെ കളയുന്ന സമയത്ത് അയ്യോ എന്നെ കളയല്ലേ, ഇത്രയും നാൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നതല്ലേ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്. അതിപ്പം ഒന്നും വേണ്ട, ഞാനിതാ ഈ ഒരു ഇപ്പൊ ഇവിടെ പെട്ടെന്ന് കണ്ടതോട് ഞാൻ പറയാൻ കേട്ടോ. ഈ ഒരു റബ്ബർ ബാൻഡ്, മുടിക്കുടുക്കിയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു സാധനം കണ്ടോ, ഇത് ഞാനിപ്പോൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ ഒരു സാധനം ഞാനിപ്പം വേറെ പുതിയതുണ്ടല്ലോ, ഇതിൻ്റെ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞ് ഇനി ഇതിപ്പം കളയാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഞാനതിങ്ങനെ കളയുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ ഞാനത് നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോയതാണ്, ഇത്രയും നാൾ ഞാൻ യൂസ് ചെയ്തതാണ്, ഓഫീസിൽ പോകുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ബാഗിൽ ഇത് വെക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനൊരു ജീവനുള്ളത് പോലെയാണ് എനിക്ക് തോന്നി. ഇത് എൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് പോലെ. അങ്ങനെ ആർക്കെങ്കിലും തോന്നാറുണ്ടോ? ഞാനിത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുറച്ച് പേരടുത്ത് പറഞ്ഞപ്പോൾ അതിൽ 1-2 പേർക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എന്നുള്ളത് പറഞ്ഞ്. അപ്പം എനിക്കങ്ങനെ തോന്നും. അപ്പം എനിക്ക് ഈ ഒരു സാധനം കളയാനായിട്ട് തോന്നില്ല. അപ്പം അങ്ങനെയുള്ള ആ ഒരു അനാവശ്യമായിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ് ഇല്ലേ, അത് ഒഴിവാക്കുക. നമ്മൾ കാര്യമായിട്ട് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ആലോചിക്കുക, അത് ഞാനും യൂസ് ചെയ്യും. ഇല്ലെങ്കിൽ അത് അപ്പം തന്നെ കളയാട്ടോ. കാരണം അത് നമ്മൾ സാധനങ്ങൾ ഇങ്ങനെ കൂട്ടി വെക്കുമ്പോഴാണ് നമുക്കത് ഓരോ സാധനങ്ങൾ അത് എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ച് കുറേ അനാവശ്യമായിട്ട് സമയം അതിലാണ് പോവുക. അതുകൊണ്ട് ഡീക്ലട്ടറിങ് അത് കാര്യമായിട്ട് ചെയ്യുക. ഞാനിത് ഓരോ പോർഷനിന്ന് ഞാൻ ഡീക്ലട്ടറിങ് ചെയ്ത് വരാണ് കേട്ടോ. അത് ഡീക്ലട്ടറിങ് ചെയ്യാണെന്ന് വെച്ചിട്ട് ഞാൻ ഓവറായിട്ട് സമയം ഇതിനും മാറ്റി വെക്കുന്നുമില്ല. ദിവസത്തിൽ കുറച്ച് സമയം കൊടുക്കാൻ പറ്റുവാണെങ്കിൽ കൊടുക്കും. എന്നിട്ട് അനാവശ്യമായിട്ട് ഓരോ സാധനങ്ങൾ എടുത്തു നോക്കുക. എന്നിട്ട് ഇത് ആവശ്യമില്ലെങ്കിൽ അപ്പം തന്നെ കളയാം. അങ്ങനെ അപ്പം നമുക്ക് ക്ലീനിങ്ങിൻ്റെ സമയമൊക്കെ ആ ഒരു ഡീക്ലട്ടറിങ് ചെയ്താൽ തന്നെ നമുക്ക് കുറേയൊക്കെ ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഒരു അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, അതായത് പിന്നെ പ്രാർത്ഥനയ്ക്ക് സമയം മാറ്റിവെക്കാം. ഞാൻ നല്ലൊരു ദൈവവിശ്വാസിയാണ്, അന്ധവിശ്വാസിയല്ല, നല്ലൊരു ദൈവവിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഭയങ്കരമായിട്ട് എപ്പോഴും പൂജ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയൊന്നല്ല കേട്ടോ. എന്നാലും കറക്റ്റായിട്ട് എനിക്കറിയാം എപ്പോഴാണ് എനിക്ക് ആ ഒരു സമയത്തിന് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് സമയം മാറ്റി വെക്കും. ഓരോരുത്തർക്കും അവർ പ്രാർത്ഥിക്കുന്ന രീതിയൊക്കെ വ്യത്യസ്തമായിരിക്കുമല്ലോ. ഞാൻ വിളക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പം എനിക്ക് ആ ഒരു കാര്യത്തിന് എപ്പോഴാണോ സമയം മാറ്റി വെക്കേണ്ടത് ആ ഒരു സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ മസ്റ്റായിട്ടും കുറച്ച് സമയം അതിനു വേണ്ടി മാറ്റി വെക്കുക. അതിൻ്റെ ആ ഒരു മെന്റലി ഉണ്ടാവുന്ന നമ്മുടെ ആ ഒരു കാംനെസ് ഉണ്ടല്ലോ, അത് നമുക്ക് ചെയ്താലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സമയം നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സമയം കൃത്യമായിട്ടൊന്ന് മാറ്റി വെക്കാം. പിന്നെ വിഷൻ ബോർഡ് തന്നെ വേണമെന്ന് അറിയില്ല. ഞാൻ പേഴ്സണലി ഇതുവരെ ഒരു വിഷൻ ബോർഡ്
കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എൻ്റെ പ്ലാനറിൽ തന്നെ എനിക്ക് കാണുന്ന സ്ഥലത്ത്, അല്ലാതെ ബാക്കിയുള്ളവർക്ക് കാണുന്ന സ്ഥലത്തൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ വിഷൻ ബോർഡ്, എൻ്റെ ഹസ്ബൻഡിന് കാണുന്ന സ്ഥലം, എന്നാലും ആൾക്കാർക്ക് എല്ലാവർക്കും വീട്ടിലേക്ക് വരുന്നവർക്കൊക്കെ കാണുന്ന രീതിയിലൊരു വിഷൻ ബോർഡൊന്നും ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അതെനിക്ക് എന്തോ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി തോന്നാറില്ല. നമ്മുടെ കാര്യമാണല്ലോ, അപ്പൊ നമ്മുടെ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ ഇപ്പൊ ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അത് മാറി ചിന്തിക്കുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ എൻ്റെ പ്ലാനറിൽ തന്നെയാണ് എനിക്ക് അച്ചീവ് ചെയ്യാനുള്ള ഗോൾസും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒന്ന് എന്താണോ നമ്മൾ അടുത്തൊരു മാസം കഴിഞ്ഞാൽ, ഒരു വർഷം കഴിഞ്ഞാൽ, 5 വർഷം കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ എത്തി നിൽക്കേണ്ടത്, എന്താണോ നമ്മുടെ ഡ്രീം എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്കൊരു ധാരണ വേണം. കറക്റ്റായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെറിയ 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 സ്റ്റെപ്പാണോ വേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് ഒരു ക്ലാരിറ്റി വേണം. ക്ലാരിറ്റി ഇല്ലാതെ നമുക്ക് ഒരു കാര്യം നടക്കാനായിട്ട് പോകുന്നില്ല. ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിന് ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങളും നടക്കുള്ളൂ, ശരിക്കും നടക്കുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഡ്രീംസ് എന്താണോ, ഗോൾസ് എന്താണോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിന് എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ ഓരോ ദിവസവും ചെയ്യേണ്ടതെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കാം കേട്ടോ. പിന്നെ അടുത്തൊരു കാര്യം, നമ്മൾ ആ ഒരു ദിവസം കഴിയുന്ന സമയത്ത് നമ്മളോട് തന്നെ കുറച്ച് കാര്യങ്ങളൊന്ന് ചോദിക്കുക. ഇന്നത്തെ ദിവസം എനിക്ക് എങ്ങനെയായിരുന്നു, ഹാപ്പി ആയിരുന്നു, ഇന്ന് ദേഷ്യപ്പെട്ടോ, നിന്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നീ എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് ചെയ്തു, പിന്നെ ഫാമിലി ആയിട്ട് നാട്ടിലേക്കൊക്കെ വിളിച്ചോ, സംസാരിച്ചോ, ആരെങ്കിലും നിനക്ക് ഹാപ്പി ആക്കാനായിട്ട് പറ്റുമോ, ഇന്ന് നീ ചെയ്ത കാര്യങ്ങൾ എന്താണ് നിനക്ക് ഇഷ്ടപ്പെടാതിരുന്നത്, എന്തെങ്കിലും കാര്യങ്ങൾ നിനക്ക് നാളെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുണ്ടോ, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇത് ഞാനിപ്പോൾ ടപ്പ എന്ന് പറഞ്ഞത് ഞാൻ എല്ലാ ദിവസവും അത് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഇതിലിനി എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടോന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ സ്ഥിരമായിട്ട് എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ രാത്രിയിൽ. അതിപ്പോ രാത്രിയിൽ തന്നെ വേണമെന്നില്ല. ഇപ്പൊ ഞാനിപ്പം ഇന്നലെ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് വരാനായിട്ട് 12:30 ആയിട്ട് തിരിച്ചെത്തിയിട്ട് വീണ്ടും അത് വെച്ചിരിക്കാന്നൊക്കെ ഉള്ളത് എനിക്ക് നടക്കുന്ന കാര്യമല്ല. എനിക്ക് ചില ദിവസമൊക്കെ അങ്ങനെയാണ് കേട്ടോ, ഭയങ്കര ടയേർഡായിരിക്കും. അപ്പൊ ഇന്നലെ അതുപോലെ തന്നെ ഏട്ടനും ഞാനും പാറുമൊക്കെ വരാനായിട്ട് വീട്ടിലെത്താനായിട്ട് 1 മണി എങ്ങാനായിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ വരുന്ന സമയത്ത് തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ ഞാനത് ഇങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ ആലോചിച്ചു, അത് എഴുതി വെക്കണമെന്നൊന്നുമില്ല. എഴുതി വെച്ചാൽ നല്ലത്. അങ്ങനെ എഴുതി വെക്കാൻ പറ്റാത്ത ദിവസമാണെങ്കിൽ മനസ്സിൽ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. പിന്നെ അതുകൂടാതെ എന്താ പറയാ, പിന്നത്തേക്ക് വെക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിലും എനിക്കും ആ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനൊന്നും പറ്റിയില്ല. എന്നാലും ഞാൻ ചെറിയ പതിയെ അങ്ങ് മാറ്റിക്കൊണ്ടുവരാണ്. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയില്ലേ, അതുപോലെയാണ്. പണ്ടേയുള്ള ശീലമാണല്ലോ, അതൊക്കെ മാറ്റി വരാനായിട്ട് കുറേ സമയം എടുക്കും. അപ്പം ഞാനിങ്ങനെ അത് മാറ്റി വരികയാണ്. ഇനിയിപ്പോൾ ഇതൊന്നും റെക്കോർഡ് ആവുന്നില്ല ഭഗവാനെ. ഓക്കെ, റെക്കോർഡ് ആവുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് എടുത്ത വീഡിയോ എങ്ങാനും റെക്കോർഡ് ആയില്ലെങ്കിൽ ഈ ഒരു ഫ്ലോയിൽ അങ്ങ് പറയുന്നത് കൊണ്ട് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറയാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ഇൻ കേസ് അത് റെക്കോർഡ് ആയില്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഫ്ലോയിൽ എനിക്ക് പറയാൻ കിട്ടണമെന്നില്ല. അങ്ങനെ പിന്നെ വായിക്കാനായിട്ട് സമയം നമ്മളൊരു അരമണിക്കൂർ വായിക്കാൻ സമയം മാറ്റി വെക്കുക എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് സമയം കിട്ടാതിരിക്കുക. അപ്പോൾ ഒരു പേജ് വായിക്കുക, അങ്ങനെയൊക്കെ ഉള്ളത്. നമുക്കിപ്പം ഇന്നത്തെ ദിവസം സമയം കിട്ടിയില്ലെങ്കിൽ വേണ്ട, പോട്ടെ, സാരില്ല, നാളെ വായിക്കുക. ഒന്നും നമ്മൾ അങ്ങ് സ്ട്രെസ് ചെയ്യാതിരിക്കുക എന്ന് പറയുമ്പോൾ അത് മടിച്ചിരിക്കുക എന്നുള്ളതല്ല കേട്ടോ അർത്ഥം. നമ്മളിപ്പം ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് തോന്നുകയാണെങ്കിൽ, ഇന്നലെ രാത്രി ആണെങ്കിൽ തന്നെ, ഇന്നലെ എനിക്ക് ഹോസ്പിറ്റലിലെ വർക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പാറുവിന്റെ കാര്യം നോക്കാനുണ്ടായിരുന്നു. പാറുവിന് ഇപ്പൊ സ്കൂളില്ലല്ലോ, അപ്പൊ അങ്ങനെ നോക്കാനുണ്ടായിരുന്നു. ഇപ്പൊ അതുകൊണ്ട് തന്നെ ഡേ കെയറിൽ, ഞാൻ ഇപ്പം വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ഡേ കെയറിലും വിടുന്നില്ല. അപ്പം പാറുവിന്റെ കാര്യം നോക്കാനുണ്ടായിരുന്നു. അവളിപ്പം നാട്ടിലൊക്കെ പോയി വന്നതുകൊണ്ട് തന്നെ നാട്ടിലൊക്കെ പുറത്തൊക്കെ ഇങ്ങനെ അങ്ങ് അടിച്ചു പൊളിച്ച് നടക്കായിരുന്നു. അപ്പൊ അകത്തന്നെ ആയതിനു ശേഷം ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓരോ സമയം വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും, ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്, ഇനി എന്താ ഞാൻ കളിക്കേണ്ടത്. ആൾക്ക് നല്ല ബോറടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ആളെ എൻഗേജ്ഡ് ആക്കി വെക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഫുള്ളായിട്ട് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല. അവളുടെ അടുത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവൾ ഓക്കെ അല്ലേ എന്നുള്ള രീതിയിൽ അങ്ങനെ സമയം മാറ്റി വെക്കേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് എന്താ പറയാ, എന്താ ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നേ, അങ്ങനെയുള്ള സമയം മാറ്റി വെക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരുന്നു, കുറേ ഡ്രസ്സൊക്കെ മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു, അലക്കിയ ഡ്രസ്സൊക്കെ. അതൊക്കെ കുറച്ചാണെങ്കിൽ കുറച്ചൊന്ന് മടക്കി വെച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈവനിങ് ഈവനിങ് ഒരു ഷൂട്ടിന് പോകാനുണ്ടായിരുന്നു. അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഷൂട്ടിങ്ങിന് പോയി 1 മണിക്കൂർ കൊണ്ട് തീർക്കാന്ന് വിചാരിച്ചാൽ 2 മണിക്കൂറൊക്കെ ആയി. അപ്പൊ അങ്ങനെ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു, ബർക്കയിലായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കിന് വീട്ടിലെത്തുമ്പോഴേക്കും 1 മണിയായി. അപ്പൊ ഇന്നലെയൊക്കെ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു, ഭയങ്കര ഒരു പാക്ഡ് ആയിരുന്നു. അപ്പം ഇതെന്താ ഞാനിപ്പോ പറഞ്ഞെന്തിനാണ്,
അങ്ങനെയുള്ള ഒരു ദിവസമാണെങ്കിൽ നമ്മൾ അധികം നമ്മളെ തന്നെ വീണ്ടും അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് പുഷ് ചെയ്യരുത്. അപ്പൊ നമുക്കറിയാലോ, അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, നമ്മളോട് ഒരിക്കലും കള്ളം പറയില്ലല്ലോ. അപ്പൊ അതിനനുസരിച്ചിട്ട് എന്താണത്, ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. അപ്പൊ അങ്ങനെ, അപ്പൊ ഇന്നലെ ഞാൻ എനിക്ക് മടിയൊന്നല്ലല്ലോ, വീഴല്ലേ, മടിയൊന്നല്ലല്ലോ. അപ്പോ എന്താ പറയാ, ഒരു ഫ്ലോ അങ്ങ് പോയി. മടിയല്ല എന്നുള്ളത് എനിക്ക് ശരിക്കും അറിയാലോ. അതായത് ഞാൻ ശരിക്കും എക്സോസ്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങനെ എന്താ പറയുക, ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്ക് ഇപ്പം 5 മിനിറ്റ് എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് ആണ് ആ ഒരു കാര്യത്തിന് മാറ്റി വെക്കുന്നതെങ്കിൽ ഇന്നലെ അത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായതുകൊണ്ട്, സമയം ഇല്ലാത്തതുകൊണ്ട് തന്നെ 1 മിനിറ്റ് വേണമെങ്കിൽ ചെയ്യാം. അതില്ലെങ്കിലും ഞാൻ എന്നെ അധികം സ്ട്രെസ് ചെയ്യില്ല. ഇന്നലെ ഇങ്ങനെയൊക്കെ ആയിരുന്നു, എനിക്കറിയാലോ, ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഇന്നലത്തെ ദിവസത്തിൽ കുറേ കാര്യങ്ങൾ, വിചാരിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയതുകൊണ്ട് തന്നെ. അപ്പൊ അങ്ങനെ നമ്മൾ ഓവറായിട്ട് സ്ട്രെസ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പൊ ഇനി നമ്മളിപ്പം എന്തെങ്കിലുമൊക്കെ അതേപോലെ തന്നെ വർക്കൗട്ട് ഞാൻ ജെന്യുവനായിട്ട് പറയാട്ടോ, വർക്കൗട്ട് ഞാനിപ്പം ഇവിടെ തിരിച്ചു വന്നതിന് ശേഷം ഇതുവരെ ഒരു ദിവസം പോലും വർക്കൗട്ട് ചെയ്തിട്ടില്ല. കാര്യം എന്താന്ന് വെച്ചാൽ എനിക്ക് അതിനെന്തോ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, എന്താ പറയണ്ട, മടിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാട്ടോ. മടിയെന്ന് മാത്രമല്ല, അതിനൊരു സമയം ഇല്ലാന്നുമല്ല, എന്നാലും എനിക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് എനിക്ക് അതിനൊരു സമയം മാറ്റിവെക്കാനായിട്ട് ഇപ്പൊ വിളിച്ചാൽ 1 മിനിറ്റ് മാറ്റിവെക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പം വിചാരിക്കുന്നത് എന്താ വെച്ചാൽ അധികം വൈകാതെ തന്നെ ഇതൊക്കെ ഒന്ന് ഒതുങ്ങുമല്ലോ. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. നമ്മളെ ഹെൽത്താണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അതെനിക്കറിയാം. എന്നാലും കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതൊന്ന് ചെയ്ത് തീർത്ത് ഉടനെ തന്നെ, പക്ഷെ ഞാനത് ഈവനിങ് ആണെങ്കിൽ ഒരു 10 മിനിറ്റ് ആണെങ്കിലും നടക്കൂട്ടോ. ആ ഒരു ഹെൽത്തിന്റെ കാര്യത്തിൽ അധികം കോംപ്രമൈസ് ചെയ്യാനായിട്ട് എനിക്ക് അധികം താല്പര്യമില്ല. അതുകൊണ്ട് ഈവനിങ് ആണെങ്കിലും 10 മിനിറ്റ് ആണെങ്കിലും നടക്കാറുണ്ട്. അങ്ങനെ വർക്കൗട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ അത് അധികം വൈകാതെ തന്നെ ആ ഒരു വർക്കൗട്ടും കൂടി ചെയ്യണം. വർക്കൗട്ട് ചെയ്യുക, എല്ലാം ഒന്ന് കുറേ അധികം വീഡിയോസ് തീർത്തു കൊടുക്കാനുണ്ട്. അതിന്റെ കൂടെ തന്നെ വീടൊക്കെ ഒന്ന് നാട്ടിലൊക്കെ പോയി വന്നാൽ അറിയാലോ, എല്ലാം ഒന്ന് സെറ്റ് ആണെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റ് ആയതിനു ശേഷം വേണം ഈ ഒരു വർക്കൗട്ട് റെഗുലർ ആയിട്ട് ജിമ്മിലേക്കൊക്കെ പോവാൻ. ജിമ്മിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ജിമ്മിൽ ജനുവരി ആദ്യത്തെ 2 ആഴ്ച നല്ല തിരക്കായിരിക്കും. പിന്നെ അതിന്റെ ഇടയിൽ പിന്നെ ഞാനും കൂടി പോകണ്ടെന്ന് വിചാരിച്ചു. അപ്പം ഒരാഴ്ചത്തോളം വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ആ ഒരു 1-2 ആഴ്ചത്തോളം ജനുവരിയിൽ, അത് കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ വർക്കൗട്ട് കാര്യമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഫുഡിന്റെ കാര്യം എനിക്കിപ്പം ഭയങ്കര അപ്പറ്റൈറ്റ് ആണ് കേട്ടോ, ഭയങ്കര അപ്പറ്റൈറ്റും ആണ്. ഞാനിങ്ങനെ വാരി വലിച്ച് തിന്നാണ്. അതിന് ഞാൻ കണ്ടെത്തിയൊരു സൊല്യൂഷൻ എന്താന്ന് വെച്ചാൽ, നമ്മൾ തിന്നുന്ന സമയത്ത് ടിവിയും ഫോണൊക്കെ കണ്ട് തിന്നാതെ, എന്നാലും ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് തിന്നാറുള്ളത്, ടിവിയും ഫോണൊന്നും കണ്ട് തിന്നാതെ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ തിന്നുന്ന സമയത്ത് തന്നെ നമ്മൾ ചോറൊക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറും മീൻകറിയൊക്കെ, ഞാൻ എത്ര വേണമെങ്കിൽ ഫുഡ് കഴിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ ചോറും മീൻകറിയൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് കൂടുതൽ തൈരൊക്കെ കഴിച്ച്, അല്ലെങ്കിൽ നമ്മൾ സാലഡൊക്കെ ഉണ്ടാക്കി, പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതൊക്കെ അതിന്റെ കൂടെ ചിക്കൻ ഫ്രൈ ചെയ്ത്, അങ്ങനെയൊക്കെ ആയിട്ട്, അധികം എണ്ണയൊന്നും ഇല്ലാത്ത എയർ ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ ആയിട്ട് അങ്ങനെ കൂടുതൽ കഴിച്ചിട്ട് ആ ഒരു റൈസിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാം. അതായത് നമുക്ക് അങ്ങനെ റൈസ് ഒന്നും കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഫുഡും കൺട്രോൾ ചെയ്യൽ ഇത്തിരി ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന സാധനം ഹെൽത്തി ആയിട്ട് കഴിക്കാനായിട്ട് നോക്കുക. പിന്നെ മാക്സിമം ഞാനിപ്പോൾ ചെയ്യുന്നത് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാന്നുള്ളതാണ്. അതായത് 8 മണിക്കൂർ കഴിക്കുകയാണെങ്കിൽ 16 മണിക്കൂർ സ്ട്രിക്റ്റ് ആയിട്ട് കഴിക്കാതിരിക്കുക. ഇപ്പൊ ഞാൻ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ആണെങ്കിൽ പോലും അതിന് കറക്റ്റ് ഒരു ടൈം ഞാൻ ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല. ഞാൻ ഇന്നലെ രാത്രി എപ്പോഴായിരുന്നു ഫുഡ് കഴിച്ചത്? 12 മണിക്ക് എങ്ങാനായിരുന്നു ഫുഡ് കഴിച്ചത്. അപ്പൊ 12 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ 4 മണിക്ക് കഴിക്കാനായിട്ട് പറ്റുള്ളൂ, 16 മണിക്കൂർ എന്ന് പറയുമ്പോൾ. അതിന് പകരം അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ കഴിച്ച് നിർത്താതെ ഞാൻ കറക്റ്റായിട്ട് ഏത് സമയത്താണോ കഴിക്കുന്നത്, അതായത് രാവിലെ ഒരു 10 മണിക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു 11 മണിക്കുള്ളിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ആ ഒരു ഫാസ്റ്റിംഗ് ടൈം ഒന്ന് സെറ്റ് ചെയ്ത് വരാന്നുള്ളത്. അതായത് എല്ലാ ദിവസവും വീക്ക് ഡേയ്സിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ടൈം ഭക്ഷണം കഴിക്കുന്നതിനും കഴിച്ച് നിർത്തുന്നതിനും ഫോളോ ചെയ്യാന്നുള്ളതാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതൊട്ടും വൈകാതെ എൻ്റെ ഇതൊക്കെ ഒന്ന് ലെവലായതിനു ശേഷം അതും കൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ എല്ലാമായി ടു ഡു ലിസ്റ്റ്, വർക്കൗട്ട്, പിന്നെ ഡയറ്റ്, പിന്നെ നമ്മുടെ ആ ഒരു 5 മിനിറ്റ് കൊണ്ട് ഏകദേശം എല്ലാം ആയി എന്ന് തോന്നുന്നു. പിന്നെ അനാവശ്യമായിട്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, നമ്മൾ ടൈമർ യൂസ് ചെയ്തോളൂ. അതൊക്കെ ഞാൻ കുറേ തവണ പറഞ്ഞാണ്, ടൈമർ യൂസ് ചെയ്യും. ഇപ്പം യൂട്യൂബ് ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ എനിക്കൊന്നും അത്
ഇല്ലാതൊരു ജീവിതത്തിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അപ്പോൾ അതൊന്നും അൺഇൻസ്റ്റാൾ ചെയ്യാനൊന്നും ഞാൻ പറയില്ല. അതിന് നേരെ മറിച്ചിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയമൊക്കെ ആണെങ്കിൽ ഒരു ടൈമർ വെച്ചിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ സമയമുള്ളത് അതിനനുസരിച്ച് ഒരു ടൈമർ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മളെപ്പോഴും ചേർത്ത് നിർത്തുക, അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തുക. നമുക്ക് മനസ്സിലാവുമല്ലോ, എന്താ പറയുക, അവരുടെ ലൈഫിൽ നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല, നമുക്ക് അവരത്ര ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്ന ആൾക്കാർ ആക്ച്വലി ഫ്രണ്ട് ക്യാമറയിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ അത്ര ക്ലാരിറ്റി ആയിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ബാക്ക് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാന്ന് വെച്ച് നേരെ അങ്ങ് തിരിച്ചു വെച്ച്. അപ്പം ഞാനത് ബാക്ക് ക്യാമറയിലേക്ക് മാറ്റാനായിട്ട് മറന്നുപോയി. അതാണ് കേട്ടോ സംഭവിച്ചത്. അപ്പോൾ ഇടയ്ക്കാണെങ്കിലും ഫോണൊന്ന് ബാറ്ററി തീർന്നിട്ട് സ്വിച്ച് ഓഫ് ആയിപ്പോയി. അപ്പോൾ അങ്ങനെ ഞാൻ അകറ്റി നിർത്താം. ആവശ്യമില്ലാത്തവരാണെങ്കിൽ അവരെ അകറ്റി നിർത്താം. പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണ്, നമ്മളെ പ്രിയപ്പെട്ടവരാണെങ്കിൽ നമ്മൾ ചേർത്ത് പിടിക്കുക അവരെ. നമ്മൾ അങ്ങനെ സെൽഫിഷ് ആവണം എന്നല്ല പറയുന്നത്. ബാക്കി നമ്മൾ അനാവശ്യമായിട്ടുള്ള ആൾക്കാരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ട് വെറുതെ എന്തിനാ നമ്മൾ സമയം കളയുന്നത്? നമുക്ക് അതൊരു നെഗറ്റീവ് എനർജി ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മളെപ്പോഴും അകറ്റി നിർത്തും. നമ്മൾ അവരെ എന്ത് പറയുകയാണെങ്കിലും നമ്മളത് മൈൻഡിലേക്ക് എടുക്കേണ്ട. അവരെന്താന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ, നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ ഒന്ന് ലൈറ്റ് ഇട്ട് തരാം കേട്ടോ. അത് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് നമ്മളോട് തന്നെ പറയാം കേട്ടോ. അപ്പം ഞാനിത് നേരത്തെ ഞാൻ ഇത്തവണ വാങ്ങിയ ലൈഫ് അരോമയുടെ പ്ലാനറാണിത്. ഞാൻ അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഞാൻ എടുക്കാൻ പറ്റുന്നില്ല എനിക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ബോക്സ് ആണ് കേട്ടോ ഇത്. ഈ ഒരു ലൈഫ് അരോമ തന്നെയായിരുന്നു ഞാൻ കഴിഞ്ഞ തവണയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണത്തെ ബോക്സ് ഇതാണ് കേട്ടോ. അതായത് അതിനേക്കാളും കുറച്ചൊരു ചെറുതാണ്. ഇത്തവണത്തേക്കാളും കുറച്ച് വലുതായിരുന്നു കഴിഞ്ഞ തവണത്തേത്. അപ്പം കഴിഞ്ഞ തവണയാണെങ്കിലും ഞാനിത് എല്ലാം ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ പേജിൽ എല്ലാ പേജൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഇത്രയും നാളെ ഞാൻ സ്വന്തം ഉണ്ടാക്കിയ പ്ലാനർ തന്നെയായിരുന്നു യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണയായിരുന്നു ഞാനൊന്ന് മാറ്റി ചിന്തിച്ചത്. ഓരോ തവണയും ഓരോ മന്ത് തുടങ്ങുമ്പോഴും എനിക്ക് ആ ഒരു പ്ലാനർ ഉണ്ടാക്കാനായിട്ട് കുറച്ചധികം സമയം പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി അതൊക്കെയുള്ള ഒരു പ്ലാനർ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, അത് ഓൾറെഡി നമ്മളെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതായിരുന്നു. എനിക്ക് ഓരോരുത്തർക്കും പ്ലാനിങ് മെത്തേഡും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനർ നോക്കി നടന്നപ്പോഴാണ് എനിക്കിത് കിട്ടിയത്. അപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഓരോന്നും ഞാൻ നോക്കുന്ന സമയത്തും ഓരോന്ന് വായിക്കുന്ന സമയത്തും എനിക്ക് കറക്റ്റായിട്ട് എന്നെ തന്നെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ ഇതിൽ ഓരോ കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പ്ലാനർ വാങ്ങിക്കണ്ടായിരുന്നു എന്നൊന്നും തോന്നിയില്ല. അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ ഞാൻ പിന്നെ ഇത്തവണയും വീണ്ടും വാങ്ങില്ലായിരുന്നല്ലോ. ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് അധികം ഇമ്പോർട്ടൻ്റ് അല്ല, ആവശ്യമില്ല എന്നൊക്കെ വിചാരിച്ച് തള്ളുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കുറേ കാര്യങ്ങൾ ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ അങ്ങനെ വായിക്കുന്ന സമയത്ത് തന്നെ നമ്മളെ തന്നെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, നമ്മളെ തന്നെയാണ് അനലൈസ് ചെയ്യുന്നത്, വിലയിരുത്തുന്നത്. അതൊക്കെ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തവണ വീണ്ടും പ്ലാനർ വാങ്ങിച്ചത്. വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നിങ്ങളുടെ ഒരു പ്ലാനിങ് മെത്തേഡ് ഉണ്ടല്ലോ, അതിനോടൊക്കെ ഏകദേശം എന്താ പറയുക സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള പ്ലാനർ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ്. നേരത്തെ ഇതിന് ശേഷം ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് കാര്യമായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓർമ്മയില്ല കേട്ടോ. ഇവിടെയാണ് ഞാൻ പറഞ്ഞു നിർത്തിയെന്നുള്ളതും എന്തൊക്കെയാണ് കട്ടായി പോയത് എന്നുള്ളതും. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എന്തായി തീരണം എന്നുള്ള ഒരു ധാരണ ഉണ്ടാവുമല്ലോ. നമ്മൾ ഇതുപോലെ ഇങ്ങനെ മടി പിടിച്ച് ലൈഫിൽ അധികം ഡ്രീംസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവാം. അതല്ല നമ്മൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആയി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ എന്താണോ ആയി തീരേണ്ടത് അത് കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് ആ ഒരു നല്ലൊരു ക്ലാരിറ്റിയോട് കൂടി തന്നെ ഓരോ ദിവസം കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവാട്ടോ. എന്നാലും നമുക്ക് ഡെഫിനറ്റ്ലി നമ്മൾ അത്രത്തോളം നമ്മൾ പ്രയത്നിക്കുന്നു എന്തായാലും നമുക്കതിനുള്ള റിസൾട്ട് ദൈവം കൊണ്ടുതരും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രയത്നിക്കാനായിട്ട് നോക്കുക. വെറുതെ സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഈ ഓരോ മിനിറ്റ് നമ്മൾ ഇപ്പോഴെന്താ ഞാൻ ചെയ്യുന്നത്, അതെനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണോ എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കുക. നമ്മളൊരിക്കലും നമ്മളോട് കള്ളം പറയത്തില്ലല്ലോ. അതുകൊണ്ട് എന്താ പറയുക, നമ്മളായിട്ട് തന്നെ നിൽക്കാം. നമ്മളായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവരടുത്ത് മാത്രമേ നമുക്ക് നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. എന്നായിരുന്നു നമ്മൾ മോശം എന്താ പറയുക, ഭയങ്കര എല്ലാവരും വെറുപ്പിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ആണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, അത് മാറ്റേണ്ടത് തന്നെയാണ്. അങ്ങനെ നമുക്കങ്ങനെ വെറുപ്പിക്കുന്ന സ്വഭാവമൊന്നുമല്ല, നല്ല സ്വഭാവം തന്നെയൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ അതിങ്ങനെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ് എനിക്ക് തൊണ്ട വേദനിക്കുന്നത്. ആക്ച്വലി ഇത് ഞാൻ ഡേ ഇൻ മൈ ലൈഫായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അതിൻ്റെ ഇടയിൽ ഒരു 5 മിനിറ്റ് നിങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അതാണ് ഇപ്പം 30 മിനിറ്റിൽ കൂടുതലായത്.
അപ്പോൾ എന്തായാലും ഇത് മാത്രമായിട്ടായിരിക്കും കേട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഞാൻ നേരത്തെ വിഷ്വൽസ് ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഇനി അതിൻ്റെ മുകളിൽ ഇനി കുറച്ച് കഷ്ടപ്പാടുണ്ട്. അതിന് എന്താ പറയുക, കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്ത് അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും ഈ ഒരു വർഷം നല്ലൊരു വർഷം ആവട്ടെ. അങ്ങനെ നമ്മൾ നന്നാവാനായിട്ട് ഇനി ജനുവരി 1 കാത്തിരിക്കുക, അല്ലെങ്കിൽ അടുത്ത മൺഡേക്ക് കാത്തിരിക്കുക, നാളേക്ക് കാത്തിരിക്കുക, അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് നന്നാവാനായിട്ട് എപ്പോഴാണോ തോന്നുന്നത് അപ്പം തന്നെ നന്നായിക്കോളാം കേട്ടോ. അപ്പം അങ്ങനെ ഓക്കെ. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞെങ്കിലും ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു വർഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനാവട്ടെ എന്ന് ഞാൻ ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഇനി പ്രയത്നിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് സക്സസ് നമ്മളെന്തായാലും നേടിയെടുക്കും. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോസൊക്കെ ഞാൻ പറ്റുന്ന രീതിയിൽ ഇടാം കേട്ടോ. കുറച്ച് വീഡിയോസൊക്കെ ഓൾറെഡി എടുത്തു വെച്ച വീഡിയോസൊക്കെ ഉണ്ട്, കഴിഞ്ഞ ഓണത്തിൻ്റെ സമയത്തൊക്കെ എടുത്ത വീഡിയോസൊക്കെ. അതൊക്കെ ഞാൻ സമയം കിട്ടുന്നതിനനുസരിച്ച് എഡിറ്റ് ചെയ്ത് ഇടാം. അപ്പോൾ എന്തായാലും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ പറ്റട്ടെ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.